ഹമാസിന്റെ റിപ്പോർട്ടിംഗ് വിഷയമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഗാസയിൽ നടന്ന വലിയ പ്രതിഷേധം, ഹമാസിനെതിരെ നടന്ന പ്രതിഷേധം അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ പേരിൽ ഖത്തർ ഗവൺമെന്റും അൽ ജസീറയ്ക്ക് 8ന്റെ പണിയാണ് കിട്ടിയത്. കാരണം അതോടുകൂടി പല രാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങളും മറ്റു പല രാജ്യങ്ങളും കൂടി, ഓസ്ട്രേലിയ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, അത് അവിടെ ഇഷ്യൂ ആയി മാറി. കാരണം ഇത്രമാത്രം ഇതിൽ ഗാസയെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നു, പലതും റിപ്പോർട്ട് ചെയ്യുന്നു, ഹമാസിന് അനുകൂലമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, ഇത്രമാത്രം റിപ്പോർട്ടേഴ്സ് അവരവിടെ ഉണ്ട് എന്ന് പറയുന്നു. അവരൊന്നും അവിടെ നടന്ന പ്രൊട്ടസ്റ്റ് കണ്ടില്ല. ഏറ്റവും അവസാനം അവർ ചെറിയൊരു, കാരണം ഇത്രമാത്രം പ്രതിഷേധം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവർ ചെറിയൊരു റിപ്പോർട്ട് കയറിയിട്ടു, കാരണം അവിടെ പ്രതിഷേധം നടക്കുന്നു. അപ്പം അതിൻ്റെ കാരണം എന്താ? എന്തുകൊണ്ടാണ് ഒരു റിപ്പോർട്ട് ഇടാൻ കാരണം? പല രാജ്യങ്ങളും ഖത്തറിൻ്റെ അംബാസഡറെ വിളിപ്പിച്ചു. കാരണം അതിവിടെ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു ചാനലാണ് പലയിടത്തും. കാരണം ഗ്ലോബലായിട്ട് ഇംഗ്ലീഷും അറബിയും പോകുന്ന ചാനലാണ് ഇത്. അവരെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, കാരണം ഖത്തർ ഗവൺമെൻറ് ഫണ്ടഡാണ് ഈ ചാനൽ. ഈ കാണിച്ച തെറ്റാ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിനെ ഇവിടെ പുറത്താക്കും. സംഭവം വളരെ സിമ്പിൾ. ഇതാണ് ജനാധിപത്യ രാജ്യങ്ങളിലെ പവർ എന്ന് പറയുന്നത്. ഖത്തറും പെട്ടുപോയി. എന്ത് എക്സ്പ്ലനേഷൻ കൊടുക്കും? അവർ ഹമാസിന് അനുകൂലമായിട്ട് വെസ്റ്റ് ബാങ്കിലും അവിടെ ഇവിടെ, അതായത് വലിയൊരു ഭീകര സംഘത്തിന് അനുകൂലമായിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോഴേ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പല റിപ്പോർട്ടുകളും വരുന്നു. അവിടെ വലിയ പ്രതിഷേധം നടക്കുന്നു. ഹമാസിനെ ടെററിസ്റ്റ് എന്നും പറഞ്ഞ് അവിടെ പ്രക്ഷോഭം നടക്കുന്നു. അവരെ അവിടുന്ന് പുറത്താക്കണമെന്ന് പ്രക്ഷോഭം നടക്കുന്നു. ആ സ്ലോഗൻ വരുന്നു. അതേപോലെ ഹോസ്റ്റേജ് ആയിട്ടുള്ളവരെ പുറത്തു വിടണമെന്ന് പറയുന്നു. അവർക്ക് ആഹാരം വേണമെന്ന് പറയുന്നു, മെഡിസിൻ വേണം, വസ്ത്രം വേണം, വെള്ളം വേണമെന്ന് പറയുന്നു. അതൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു ഭയങ്കര ജിനോസൈഡ് അതാ ഇതെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധം വേണ്ട എന്നുള്ള പ്രക്ഷോഭം റിപ്പോർട്ട് ചെയ്യുന്നില്ല. യുദ്ധം വേണം എന്നിവർ റിപ്പോർട്ട് ചെയ്യുന്നു. ആര്? ഈ പറയുന്ന സുഡാപ്പിയുള്ള അൽ ജസീറ, ഇൻക്ലൂഡിങ് ഓസ്ട്രേലിയ, ഇൻക്ലൂഡിങ് കാനഡ. ഈ സുഡാപ്പികളെ അനുകൂലിക്കാനായി കാനഡ പോലും ഈ ഖത്തറിൻ്റെ അംബാസഡർ വിളിച്ച് താക്കീത് കൊടുത്തു. അതേപോലെ ചാനൽ പെട്ടുപോയി. ഇപ്പം ചാനലിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത പല ആൾക്കാരുണ്ട്, പല രാജ്യങ്ങളും. അവർ അതിശക്തമായ ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ രംഗത്ത് വന്നു. അതുകൊണ്ട് ചാനലും പെട്ടുപോയി. അവസാനം ഇത് റിപ്പോർട്ട് ചെയ്തു. ഇനി അടുത്ത് BBC-ക്ക് കിട്ടാൻ പോവാണ് അടി. കാരണം BBC-ക്ക് അത്ര സുഡാപ്പികൾ ഇത് റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ BBC പിന്നീട് ഈ പ്രഷർ ഉണ്ടാകുന്നതിന് വേണ്ടി അവർ റിപ്പോർട്ട് ചെയ്തു, ശരിക്കും അത് റിപ്പോർട്ട് ചെയ്തു. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അൽ ജസീറയുടെ ക്രെഡിബിലിറ്റി വളരെ പുറകിലോട്ടങ്ങ് പോയി. ഇമ്പാക്റ്റ് ഭയങ്കര സീരിയസ് ആയി. ഖത്തർ ഗവൺമെൻറ് തലയിലോട്ട് വെച്ച് കൊടുത്തു. കാരണം ഇവരുടെ അറബിക് ചാനൽ വേൾഡ് റിനൗണ്ട്, ഗ്ലോബലായിട്ട് പോകുന്ന ചാനലാണ്. അപ്പം അതിനെ പുറത്താക്കുമെന്ന് പല രാജ്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അതായത് അവർ അറബിക്കും ഇംഗ്ലീഷ് ചാനലും പുറത്താക്കുമെന്ന് പറഞ്ഞ് ഇവർക്ക് പേടിയായി. പല ആഫ്രിക്കൻ രാജ്യങ്ങൾ പറഞ്ഞു, കാരണം ഇത് ഒരു കാരണവശാലും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഈ രീതിയിൽ പോയി ഞങ്ങളുടെ രാജ്യത്ത് ഈ ചാനൽ പ്രക്ഷേപണം ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഓഫീസിലുൾപ്പെടെ പൂട്ടിക്കെട്ടിപ്പോയിക്കോണം. കാരണം ഇത് സോഷ്യൽ മീഡിയ ടൈമാണ്. അത് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ, അതിന് പെട്ടെന്ന് ഖത്തർ ചെയ്ത പരിപാടി, അൽ ജസീറ ചെയ്ത പരിപാടി, ഏകദേശം 10-20 വ്ളോഗേഴ്സ് അവരെ കൊണ്ട് ഈ ഹമാസിൻ്റെ അവിടെ നടന്ന, ഗാസയിൽ നടന്ന സംഭവം തെറ്റാണെന്നും പറയിപ്പിച്ച് AI ഉപയോഗിച്ച് അതിൻ്റെ ഇമേജൊക്കെ ക്രിയേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യിപ്പിച്ചു വ്ളോഗേഴ്സിനെ കൊണ്ട്. അപ്പം അതും ജനം പുല്ല് രൂപത്തിൽ ദൂരെ കളയും. കാരണം അവിടുന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പല ആൾക്കാരും ഇതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടാൻ തുടങ്ങി. ഇവരുടെ പ്രസംഗവും പ്രക്ഷോഭം അവിടെ നടത്തിയ പ്രതിഷേധത്തിൻ്റെ പ്രസംഗവും ആൾക്കാരുടെ ബൈറ്റ് ഉൾപ്പെടെ. അതോടുകൂടി അതും അങ്ങ് ചീറ്റിപ്പോയി. കേരളത്തിലെ സുഡാപ്പികളും അതുമായി ബന്ധപ്പെട്ട് പല വീഡിയോ ഇടാൻ തുടങ്ങി. നിങ്ങൾ മനസ്സിലാക്കാൻ, ഡിജിറ്റൽ ലോകത്ത് നിങ്ങൾ കബളിപ്പീര് നടക്കത്തില്ല. ഈ ഇറാനുമായിട്ട് ഇസ്രായേൽ വാറ, അന്ന് ഖത്തർ ഈ പറയുന്ന അൽ ജസീറ പറഞ്ഞ മുഴുവനും കള്ളത്തരവാണ്. കാരണം ഈ ഇസ്രായേലി ഫ്ലൈറ്റുകളെ വെടിവെച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു പുല്ലും സംഭവിച്ചില്ല. ഇറാൻ്റെ മേളിൽ ഇസ്രായേൽ താണ്ഡവമാടി, മുഴുവൻ എടുത്ത് നശിപ്പിച്ച് ദൂരക്കണം.
അത് കഴിഞ്ഞ് ലെബനനിൽ ഹിസ്ബുള്ള ഇറാൻ ഇസ്രായേലി ഫൈറ്റർ എയർക്രാഫ്റ്റിനെ അടിച്ചിട്ടു. അതേപോലെ തന്നെ അവരുടെ ഡ്രോണിനെ അടിച്ചിട്ടു. പിന്നീട് അതും അങ്ങ് പൊളിഞ്ഞു പോയി. അവസാനം ഈ ഗാസ ഇഷ്യൂ വന്നു കഴിയുമ്പോൾ ജനങ്ങൾക്കും ആ രാജ്യങ്ങൾക്കും പിടികിട്ടി ഇവന്മാർ പറയുന്ന മുഴുവനും മത തീവ്രതയും കള്ളത്തരവും മാത്രമാണ്. കാരണം സുഡാപ്പിൽ പറയുന്ന കള്ളത്തരം പറയത്തില്ലേ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ, അതിൻ്റെ വല്യപ്പനായിട്ട് ഇപ്പം കളിച്ചു. കാരണം നമുക്കറിയാം മാധ്യമം പത്രവും മീഡിയ വണ്ണും പറയുന്ന കള്ളത്തരം. അപ്പം അവരുടെ വല്യപ്പനായിട്ട് അൽ ജസീറ കളിച്ച കളിയാണ് പൊളിച്ചൊക്കെ നാശമായി പോയത്. പല രാജ്യങ്ങളും താക്കീത് കൊടുത്തു. ഖത്തർ അതിന് പല പല ആൾക്കാരോടും പല രാജ്യക്കാരോടും ക്ഷമ ചോദിച്ചു. അതിൻ്റെ പേരിലാണ് പിന്നീട് അൽ ജസീറ ചെന്ന അങ്ങനൊരു റിപ്പോർട്ടിംഗ് വീഡിയോ ഇടാനുണ്ടായ കാരണം എവിടെയും പിടിച്ചു നീക്കാൻ പറ്റത്തില്ല. പല രാജ്യങ്ങളോട് ദൂരെ കളയതിനെ. പിന്നെ എവിടെ പോയി പ്രക്ഷേപണം ചെയ്യും? പല രാജ്യങ്ങൾക്കും ബാൻ ചെയ്യാവുന്ന യൂട്യൂബ് ചാനലും ഈ നെറ്റ്വർക്കും മുഴുവൻ ദൂരെ കളയാൻ. അതായത് അൽ ജസീറയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് ഈ പറയുന്ന കഴിഞ്ഞ 2-3 ഡീക്കേഡ്. അവൻ ജീവിതത്തിൽ ഉദ്ദേശിച്ചില്ല ഇങ്ങനെ അടി കിട്ടുമെന്ന്. അപ്പോൾ അറിയാൻ സാധിക്കുന്നത് അൽ ജസീറയുടെ മാനേജ്മെന്റിൽ മീഡിയ മാനേജ്മെന്റ് തലപ്പത്തുള്ള പല ആൾക്കാരും തെറിപ്പിക്കാൻ വേണ്ടിയാണ് ഖത്തർ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. കാരണം ഇതേപോലെ ആവർത്തിച്ചു കഴിഞ്ഞാൽ അൽ ജസീറ തന്നെ പൂട്ടിപ്പോകേണ്ട ഗതികേടാവും. പല രാജ്യങ്ങളും ഇത് ബാൻ ചെയ്തിരിക്കുകയാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നെറ്റ്വർക്ക് സംഭവങ്ങൾ മുഴുവൻ ഇല്ലാതാകും. അപ്പോൾ അതിൻ്റെ പേരിൽ പല തലകൾ ഉരുളുമെന്ന് പറയുന്നു. അതിനകത്ത് ഇതേപോലെ തീവ്രവാദം പരിപാടി. കാരണം ട്രംപ് അതിന് ഉറപ്പായിട്ടും ഈ ഇസ്രായേലും ഈ ഹമാസിൻ്റെ ആ സംഭവം കഴിഞ്ഞ് ട്രംപ് താക്കീത് കൊടുക്കുന്നു. ഒന്നില്ലേ ചിലപ്പോൾ ട്രംപ് താക്കീത് കൊടുത്തിട്ട് ഖത്തറിനിട്ട് അടി കൊടുക്കും, അല്ലെങ്കിൽ ഈ പുല്ല് പൂട്ടി അങ്ങ് പോകും. ഇതിലേതെങ്കിലും വരാനുള്ള ദിവസങ്ങൾ നമുക്ക് അതിൻ്റെ യഥാർത്ഥ പിക്ചർ കാണാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിളാണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് അവർ സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയാം. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം.
അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.